വീരാൻകുട്ടിയാണ് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയത്. 1.5 വർഷം മുൻപായിരുന്നു വീരാൻകുട്ടിയും യുവതിയും തമ്മിലുള്ള വിവാഹം. യുവതിയുടെ കുടുംബം നൽകിയ സ്വർണം തിരികെ നൽകിയില്ല എന്നും പരാതി. വർഷം മുൻപ് വിവാഹിതയായ യുവതിയെ മൊബൈൽ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി മലപ്പുറം കൊണ്ടോട്ടി വീരാൻകുട്ടിയാണ് യുവതിയുമായുള്ള വിവാഹബന്ധം മുത്തലാഖിലൂടെ വേർപെടുത്തിയത്. യുവതിയുടെ 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ തിരികെ നൽകിയില്ലെന്നും പരാതിയുണ്ട്. ജൂലൈ 9 കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിയുമായുള്ള യുവതിയുടെ വിവാഹം. 40 ദിവസം മാത്രമാണ് ഭർത്താവിന്റെ തറയിട്ടാലിലെ വീട്ടിൽ യുവതി താമസിച്ചത്. ഗർഭിണിയായതിനു പിന്നാലെയുണ്ടായ ശാരീരിക അവശതകളെ തുടർന്ന് വേങ്ങരയിലെ വീട്ടിലേക്ക് യുവതി വരികയായിരുന്നു. പിന്നീട് യുവതിയുമായി യാതൊരു ബന്ധവും ഭർത്താവിനുണ്ടായില്ല. ഫോണിൽ പോലും വിളിക്കാൻ ഭർത്താവ് തയ്യാറായില്ല. അസുഖണ്ടി മക്കളെ ചികിത്സിക്കാൻ വേണ്ട, മറ്റുള്ളവരെ തലി കെട്ടിവെക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞ എന്റെ അസുഖങ്ങൾ തെളിയിക്കാൻ ഈ വാങ്ങും എന്ന് പറഞ്ഞു. അപ്പൊ അതിന് തയ്യാറല്ല. അപ്പൊ പറഞ്ഞു 1, 2, 3 ഞാൻ ചൊല്ലി, നീ എന്താ വെച്ചാല് ഇത് എനിക്ക് ഒപ്പിട്ട് കൊണ്ടോ എന്ന് പറഞ്ഞ പാട്. പിന്നീട് യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകി. 11 മാസമായി ഒരു ബന്ധവും ഇല്ലാതിരുന്ന ഭർത്താവ് പിന്നീട് യുവതിയുടെ പിതാവിനെ ഫോണിൽ വിളിച്ച ശേഷം മുത്തലാഖ് ചൊല്ലുകയായിരുന്നു. 1, 2, 3 എന്റെ മോളെ ഞാൻ ചെല്ലിക്കുന്നു, അല്ലെങ്കിൽ എന്റെ മോളെ ഞാൻ 3 ചെല്ലിക്കുന്നു, ഇതാണ് പറഞ്ഞത്. കുടുംബം നൽകിയ 30 പവൻ സ്വർണ്ണാഭരണങ്ങളും മടക്കി നൽകിയിട്ടില്ല. പിന്നെ മാറ് മാത്രമുള്ളായിരുന്നു സ്വർണ്ണമായിട്ട്. അവര് കഴിച്ചേക്കും മാറിയിട്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ കയ്യിലുള്ളായിരുന്നു. അത് അവര് ഹോസ്പിറ്റലിൽ എന്റെ അടുത്ത് കുടിച്ച് വാങ്ങിച്ചു. പിന്നെ ആ സ്വർണം കണ്ടിട്ടില്ല, ആളെയും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഒരു കുഞ്ഞായി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയ ഭർത്താവിനെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട യുവതിയുടെ കുടുംബം വനിതാ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. ഈ വീരാൻകുട്ടി എന്ന് പറഞ്ഞ ഒരു സൈത്താൻ. വീരാൻകുട്ടി എന്ന സൈത്താന് ഒരു പെൺകുട്ടിന്റെ ചോര ഊറ്റി പിടിക്കുന്നത് കണക്കില്ലേ? ഈ കൊണ്ടോട്ടി സ്വദേശിയായിരിക്കുന്ന വീരാൻകുട്ടി എന്ന ആർക്കും അറിയില്ല. വീരാൻകുട്ടിനെ അറിയോ? വീരാൻകുട്ടിന്റെ കയ്യിലുള്ള അല്ല വീരാൻകുട്ടിന്റെ തടിയും മണ്ണും ഉണ്ടായിട്ട് കാര്യമില്ല. വീരാൻകുട്ടി ഒരു കോട്ടും ജിബി ഇട്ടുകൊണ്ട് ഒരു പാകപ്പെട്ട പെൺകുട്ടിനെയാണ് പിച്ച് കീറി എറിഞ്ഞെന്ന് ഞാൻ ചോദിക്കട്ടെ. ആരാണ് ആ വീരാൻകുട്ടിക്ക് കോട്ട് അടിച്ചു കൊടുത്തത്? ആരാണ് ആ വീരാൻകുട്ടിക്ക് ജിബ് അടിച്ചു കൊടുത്തത്? ആരാണ് ആ വീരാൻകുട്ടിക്ക് പാന്റ് ഉണ്ടാക്കി കൊടുത്തു, പാന്റ് അടിച്ചു കൊടുത്തത് ആരാണ്? ഏത് ട്രേഡ് ഷോപ്പാണ്? അല്ല, ചെറുപ്പക്കാരനാ. ഈ വീരാൻകുട്ടി മനസ്സിലാക്കണം ഒരു കാര്യം. കാരണം ഒരു പാകപ്പെട്ട പെൺകുട്ടിനെ പിച്ച് കീറി എറിയുന്ന വീരാൻകുട്ടിനോട് എനിക്കൊന്ന് ചോദിക്കട്ടെ ഞാൻ ഒരു കാര്യം. എന്ത് കണ്ടുകൊണ്ടാണ് വീരാൻകുട്ടി ആ പാവപ്പെട്ട പെൺകുട്ടിനെ പിച്ച് കീറുന്നത്? എന്ത് കണ്ടുകൊണ്ടാണ്? കാരണം അതെ, ഒരുപാട് ചെക്കന്മാര് പെണ്ണ് നോക്കുന്നുണ്ട്. പക്ഷെ വീരാൻകുട്ടി എന്താ കാട്ടിയത്? ആരാ വീരാൻകുട്ടിക്ക് ജിപ്പ് അടിച്ചു കൊടുത്തത്? ആരാ വീരാൻകുട്ടിക്ക് ജിപ്പിന്റെ പാന്റ് അടിച്ചു കൊടുത്തത്? ആരാ വീരാൻകുട്ടിക്ക് ഇങ്ങനത്തെ പാന്റൊക്കെ അടിച്ചു കൊടുത്തത്? ആരാ? ഏത് കൊണ്ടോട്ടിത്താണോ? നമുക്ക് ചോദിക്കണം. ഈ വീരാൻകുട്ടിനെ ആര് ചോദിച്ചേക്കണം? നമുക്കൊന്ന് ചോദിക്കണം. ഈ വീരാൻകുട്ടിയോടെല്ലാം നമുക്കാണ് ആ വീരാൻകുട്ടി നമ്മൾ ചെക്ക് ചെയ്യണം. ആ വീരാൻകുട്ടിക്ക് പെണ്ണ് നോക്കാറിയില്ലേ? വീരാൻകുട്ടി സ്വർണം വാങ്ങിച്ചാ പോരാ. ആ പെണ്ണിന്റെ വീട്ടുകാർ സ്വർണം തിരിച്ചു ചോദിച്ചപ്പോ വീരാൻകുട്ടി കൊടുക്കാൻ തയ്യാറായില്ല. വീരാൻകുട്ടി ആ പെണ്ണിന്റെ കൈമുള്ള ആ കൈച്ചേന് വാങ്ങി, ആ പെണ്ണിന്റെ കാലുമുള്ള സ്വർണം വാങ്ങി. കൗട്ടിലും കാലുമുള്ള സ്വർണം വീരാൻകുട്ടി തിരിച്ചു കൊടുത്തില്ല. എന്താണ് വീരാൻകുട്ടിന്റെ പാകത്തിലുണ്ടാകുന്നത്? പക്ഷേ ഇവിടെ വീരാൻകുട്ടി ഒരു കാര്യം, നീയൊക്കെ കാറും വണ്ടിണ്ടായിട്ട് കാര്യമില്ല, കാറും അതുപോലെ കാറിട്ട് പോയിട്ട് കാര്യമില്ല. ഒന്ന് മനസ്സിലാക്കണം. വീരാൻകുട്ടി എന്റെ വലിയ പേരായിട്ട് കാര്യമില്ല. പെണ്ണിനെ നോക്കാൻ കഴിയണം. കെട്ടിക്കൊണ്ട പെണ്ണുങ്ങളെ, ആ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളെ നോക്കാൻ കഴിയാതെ അവളെ പോറ്റാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനടോ വീരാൻകുട്ടി എന്ന് നീ പറഞ്ഞടക്കുന്നത്? അത് നോക്കാൻ കഴിയണം.
അല്ലാതെ ഓളെ സ്വർണം വാങ്ങിയിട്ട് ഓള ഉത്തരാക്ക് ചെല്ലി 3 വട്ടം ഉത്തരാക്ക് ചെല്ലിക്കൊണ്ട് അവളെ പിരിച്ചുവിടലല്ല. ഞാൻ ഇന്ന കാര്യം നിൽക്കാൻ ഉറപ്പിച്ചിരിക്കുകയാണ്. അതോടെ ഞാന് നീ കണ്ടത് കൂട്ടിക്കാന്ന് ആ പാവപ്പെട്ട സ്ത്രീകളോട് ആ വീരാൻകുട്ടി പെരുമാറുന്നതാണ് നമ്മക്ക് ഇവിടെ കണ്ടത്. അതോട് ഞാൻ ചോദിക്കുന്നു, കൊണ്ടോട്ടി സുരേഷിയായിരിക്കുന്ന വീരാൻകുട്ടിന ആ പെണ്ണിന്റെ വീട്ടുകാര് ഭയങ്കര സ്റ്റേഷനിൽ പരാതി നൽകി. എന്നാൽ കൊണ്ടോട്ടി പോലീസുകാരുണ്ടെങ്കിൽ വീരാൻകുട്ടിനെ കേസെടുക്കും. മാത്രമല്ല വീരാൻകുട്ടിനെ കേസെടുക്കും വേണം. വീരാൻകുട്ടി ഇന്ത്യയുടെ നിയമം ഭരണമാണ് വീരാൻകുട്ടി വഞ്ചിച്ചത്. അതോടെ ആ വീരാൻകുട്ടിക്ക് ശിക്ഷ കൊടുത്തിരിക്കൊണ്ടിരിക്കണം. വീരാൻകുട്ടി ഒരു ഭരണത്തിന്റെ നിയമമാണ് വീരാൻകുട്ടി ഇവിടെ കാണിച്ചത്. മുത്തലാഖ് ചെല്ലാൻ പാടുണ്ടോ? ഇത് ഇന്ത്യയുടെ നിയമമല്ലേ? ആ ഇന്ത്യയുടെ നിയമം വഞ്ചിക്കൊണ്ടിരിക്കേണ്ട, ആ ഇന്ത്യയുടെ നിയമം തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന വീരാൻകുട്ടിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടത്. നിയമമായ ബന്ധമല്ലേ? നിയമബന്ധല്ലേ? ഏതൊരാൾ പറയണം? വീരാൻകുട്ടിന്റെ ഭാഗത്തിനുണ്ടായത് എന്താണ്? ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് അവൾക്കുണ്ടാകുന്ന പീഡനങ്ങൾ ഏൽക്കുന്ന ഞാൻ കേൾക്കിച്ചേരാം. ആ വീരാൻകുട്ടിന്റെ ഭാഗത്തിനുണ്ടായത് ഒരു പാവപ്പെട്ട ഉമ്മ പോറ്റി വളർത്തിണ്ടാക്കിയ ആ പൊന്നുമോൾക്ക് ഉണ്ടാകുന്ന ഇറങ്ങേറുകൾ, അവൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അവൾക്കുണ്ടാകുന്ന കുടുക്കുകൾ, ഇതുപോലെ ഈ അന്യ പുരുഷന്മാരെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന പീഡനങ്ങൾ ഉണ്ടാകുന്ന നമ്മൾ ഓരോ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ പാവപ്പെട്ട പെൺകുട്ടിക്കുണ്ടാകുന്ന പീഡനങ്ങൾ ഏൽക്കുന്നത്? 1.5 വർഷം മുൻപ് വിവാഹിതയായ യുവതിയെ മൊബൈൽ ഫോണിലൂടെ എനിക്ക് തരാനുള്ള സംഗതി മുഴുവൻ തെങ്ങിന് ശേഷം വേണമെങ്കിൽ ഒപ്പിടാ, അല്ലാതെ എന്റെ ഉടായ്പിന്റെ പരിപാടി കേട്ടില്ലേ? അപ്പോ ആ വീരാൻകുട്ടിനെ ഒരിക്കലും പുറത്ത് വിടാൻ പാടില്ല. വീരാൻകുട്ടിനെ തൂക്കിന് കയറ്റല്ലാതെ വേറൊരു പറ്റില്ല. ഇന്ത്യയുടെ നിയമമാണ് വീരാൻകുട്ടി വഞ്ചിച്ചത്. ഇന്ത്യയുടെ നിയമമാണ് വഞ്ചിച്ചത്. ഇന്ത്യയുടെ നിയമം, ആ നിയമം വീരാൻകുട്ടി അതെ വഞ്ചിച്ചിക്കണു. വീരാൻകുട്ടിക്ക് കേരള പോലീസുകാരും നോക്കിയിരിക്കാതെ ആ പെൺകുട്ടിണ്ടല്ലോ പരാതി നൽകിയ ആ ഭയങ്കര കൊണ്ടോട്ടി സുരോസിയായിരിക്കുന്ന വീരാൻകുട്ടിക്ക് ആ വീരാൻകുട്ടിക്കുണ്ടല്ലോ ആ വീരാൻകുട്ടിനെ അറസ്റ്റ് ചെയ്യണം തീർച്ചയായിട്ടും. ആ ചെറ്റയായ വീരാൻകുട്ടി, അതെ, കാരണം ഞാനൊരു സ്ത്രീകളെ കൂടെയാണ്. ഞാൻ ആ പെണ്ണിന്റെ വീടാണ്. ഞാൻ വീരാൻകുട്ടിനെ കൂടെ നിൽക്കൂല. നിങ്ങൾ ആരെ കൂടെ നിൽക്കും? കമേഡി പുരുഷന്മാര് ആരെ കൂടെ നിൽക്കും? പുരുഷന്മാര് വീരാൻകുട്ടിന്റെ കൂടെയാണോ? എന്റെ കൂടാണോ? ഇർസുക്കന്റെ കൂടാണോ? ഞാൻ സ്ത്രീകളെ കൂടെയാണ്. നിങ്ങൾ ആരെ കൂടെയാണ്? നിങ്ങൾ കൊണ്ടോട്ടി വീരാൻകുട്ടിയുടെ കൂടെയാണോ? ഞാന് ആരെ കൂടെയാണ്? ഞാന് ആ ഭയങ്കരമുള്ള പെൺകുട്ടിയുടെ കൂടെയാണ്. ഞാൻ ഓക്കെ സപ്പോർട്ട്. ഓൾ പറഞ്ഞതാണ് ശരി, ആ സ്ത്രീ പറഞ്ഞതാണ് ശരി. വീരാൻകുട്ടി ആ പെൺകുട്ടിനെ അവാടിച്ചു. വീരാൻകുട്ടി മാസി പറഞ്ഞുകൊണ്ട് എഴുതി വാങ്ങി ഡോക്ടറോട് എഴുതി വാങ്ങി. വീരാൻകുട്ടി ആ പെൺകുട്ടിനെ ഇള്ള ചെക്കപ്പ് വരെ ചെയ്തു. ഇള്ള ചെക്കപ്പ് വരെ ചെയ്യിപ്പിച്ചു. എന്നിട്ട് ആ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞ് നൽകി. ഒരു പെൺകുട്ടി ജന്മം ചെയ്തു. ആര്? പടച്ചം കൊടുത്തു. എന്നിട്ടോ ആ കുഞ്ഞിനെ ഇപ്പോ പോറ്റുന്ന ആരാണ്? ആ പെണ്ണാണ്. ആ ഭയങ്കരയാണ് ആ പെൺകുട്ടി നിൽക്കുന്നത്. അവിടെ നല്ല രീതിയിൽ കഴിഞ്ഞു കൂടുകയാണ് ആ പെൺകുട്ടി കഴിഞ്ഞു കൂടിയാണ് ഭയങ്കര. അവളുടെ ഭയങ്കര കഴിഞ്ഞു കൂടുന്നുണ്ട്. അവൾക്കൊരു കോർന്നില്ലാതെ കഴിഞ്ഞു കൂടുന്നുണ്ട്.
പഠിച്ചോന്റെ ഭാഗ്യത്തിലാണ് വീരാൻകുട്ടിന്റെ പല അക്രമത്തിൽ നിന്ന് കഴിച്ചതായത്. അതെ, പഠിച്ചോൻ ആ പഠിച്ചോന് ആ വേങ്ങര പെൺകുട്ടിയുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ആ പെൺകുട്ടി അത്ര ഇതിൽ കൂടെ കഴിച്ചിലാകാൻ കാരണം. അതെ, പഠിച്ചോൻ കൂടെ ഉണ്ടായതുകൊണ്ടാണ് ആ പെൺകുട്ടി കഴിച്ചിലായെന്ന് പറയാ. ആ പെൺകുട്ടിന്റെ സ്വർണം ആ വീട്ടുകാർ ചോദിച്ചപ്പോ വീരാൻകുട്ടി മടക്കി കൊടുത്തില്ല. വീരാൻകുട്ടി ആ പെൺകുട്ടിനെ ക്രൂരമായി അവമാനിച്ചു. വീരാൻകുട്ടി ആ പെൺകുട്ടിനെ പറയാം. അതെ, വീരാൻകുട്ടി അവമാനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെ, വീരാൻകുട്ടി ആ പെൺകുട്ടിനെ അവമാനിച്ചു. പാകപ്പെട്ട പെൺകുട്ടിനെ. ഞാൻ ചോദിക്കട്ടെ വീരാൻകുട്ടിയെ, നിന്റെ മുടക്കുണ്ടോ? ആ പെൺകുട്ടിനെ ഉമ്മി വാപ്പിയും പോറ്റി വളർത്തിണ്ടാക്കിയതാണ്. നിനക്ക് തല്ലാനുള്ള ഓർഡറുണ്ടോ? നീ ആ പെൺകുട്ടിനെ കാട്ടുന്നു, ആ പെൺകുട്ടിനെ ആക്രമിക്കു, തല്ലുന്നു ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പാവല്ലേ ആ ഒരു ഉമ്മ, ആ പെൺകുട്ടിയുടെ ഉമ്മ നെഞ്ച് പൊറുക്കി ഉണ്ടാക്കിയതാണ്. അതെ, തോൾത്തിട്ട് തലയിൽ വെച്ച് കൊണ്ടു നടന്ന് തേങ്കടിച്ചാറെ കൊണ്ടുവന്ന് അനക്ക് അന്ന പുരുഷന്റെ കൈ തരുമ്പോ നീ എന്താ ആ പെൺകുട്ടിനെ കണ്ടത്? ഓള് ഒഴിഞ്ഞ് ചണ്ടിയാണോ? കാരണം നിന്റെ കൈ തന്നത് അന്റെ ചണ്ടിയാത്, അത് വേച്ച് ചണ്ടിയാണോ? നിനക്ക് ജീവിക്കാൻ വേണ്ടി രണ്ടാള് ഒന്നിക്കാൻ വേണ്ടിയാണ് നിന്റെ കയ്യില് ആ പെണ്ണിന്റെ വീട്ടുകാർ തന്നത്. വീരാൻകുട്ടി ഓർക്കണം. നിന്റെ കൈയുണ്ടല്ലോ, അത് ഒന്നിക്കാൻ വേണ്ടി തന്നതാ. അതിന്റെ പൊന്നു പോ നോക്കാൻ വേണ്ടി, ആ കുട്ടീനെയും ആ പെണ്ണ് നോക്കാൻ വേണ്ടി വന്നത്. അല്ലാതെ പൈസക്കും വേണ്ടി സ്വർണത്തിനും വേണ്ടി എടുത്തു കൊണ്ടുപോകലോ വീരാൻകുട്ടിയേല്. അല്ല, അതിനെ കുഴപ്പമില്ല, ആക്രമിക്കലല്ല. കാരണം യുവാക്കൾ പറയുന്നേ, എന്റെ പൊട്ട യുവാക്കളമാരായി ആ തന്ത്രമാണം എന്റെ താമാരില്ല മനസ്സ് നിങ്ങൾക്കുണ്ടോ? ഈ ഇർസക്കന്റെ മനസ്സുണ്ടോ? ഒറ്റ നിങ്ങൾക്കില്ല. ഈ ഇർസക്കന്റെ താമാരില്ല മനസ്സില്ല. എനിക്ക് ഒരുപാട് പെൺകുട്ടിയെ കാണുമ്പോ തന്നെ രസാവും ഗീർദോണിക്കുണ്ട്, സേവുണ്ട്. അല്ലാതെ അതെ, എച്ചില് മാറ്റുന്നാളത് ഞാൻ ഓർക്ക് വേണം, ചിന്തിക്കണം. എച്ചില് മാത്രമാണ് നിങ്ങളെ സ്വർണം വാങ്ങുന്ന വീരാൻകുട്ടി. അതാണ് വീരാൻകുട്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് പറയുന്ന. അതോടെ നമ്മുടെ കേരള പോലീസ് വീരാൻകുട്ടിയുടെ മട്ട ബിരിയാനും പോത്ത് ബിരിയാനും ആട്ടർച്ചയും കൊടുത്തിരിക്കുക പോലെ നമ്മുടെ ചെലവിലാണ് വീരാൻകുട്ടി കഴിയുന്നത്. അത് നിങ്ങൾ ഓർക്കണം. നമ്മുടെ ചെലവില് വീരാൻകുട്ടീനെ കൊഴുത്താ പോരാ. ആ പെണ്ണ് പറഞ്ഞെന്താ? വീരാൻകുട്ടീനെ എനിക്ക് നീതി കിട്ടണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആ പെണ്ണിനെ, അതെ തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും ആ പുരുഷന്റെ കൂടെ നിൽക്കൂല. ഞാൻ ആ പെണ്ണിന്റെ കൂടെ മാത്രമാണ്. ഞാൻ ലോകറാണ്. അതോടെ ഞാൻ ആ പെൺകുട്ടിക്ക് വേണ്ടി ഏത് കാര്യത്തിലും ഞാൻ 100% ആ പെൺകുട്ടിക്ക് നീതി കിട്ടട്ടെ. ആ പെൺകുട്ടിയുടെ ഭർത്താവ് ജയിലിൽ കിടന്ന് അവനെ നരകിപ്പിക്കട്ടെ, തൂക്കിക്കയറി വിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ള കാരണം. ഇതുപോട്ടെ കോട്ടും ജിപ്പിട്ട് കൂടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് പറയാ, ഞാൻ നോക്കുന്നുണ്ടല്ലോ, നമുക്കൊന്ന് കേൾക്കുക. അതെ, കൈയൊക്കെ കൊടുത്തിക്കാണ്ട് നിൽക്കുന്ന, അതെ ഓന്റെ വിചാരിച്ച് കൈയൊക്കെ കൊടുത്ത് ഇരിക്കുക. നമുക്കൊന്ന് കേൾക്കുക. അതെ, കൈയൊക്കെ കൊടുത്തിക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്നേ. കാരണം അത് മകര് കൗറ്റുത എട്ടുന്ന നമുക്ക് കാണാം. കാരണം ഇതൊക്കെ പേരിന് വേണ്ടി നോക്കാം. വിവാഹിതയായ യുവതിയെ മൊബൈൽ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി മലപ്പുറം കൊണ്ടോട്ടി വീരാൻകുട്ടിയാണ് യുവതിയുമായുള്ള വിവാഹബന്ധം മുത്തലാഖിലൂടെ വേർപെടുത്തിയത്. യുവതിയുടെ 30 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ തിരികെ നൽകിയില്ലെന്നും പരാതിയുണ്ട്. ജൂലൈ 9 കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിയുമായുള്ള യുവതിയുടെ വിവാഹം. 40 ദിവസം കയ്യൊക്കെ കൊടുത്ത് കെട്ടിക്കൊടുക്കുന്നു. കെട്ടിക്കൊടുക്കുക വീരാൻകുട്ടി. ഇങ്ങനെ നോക്കല്, പിന്നീട് യുവതി കാരണം ആ പെൺകുട്ടിനെ ക്രൂരമായി അവമാനിച്ച വീഡിയോ ആണ് വീരാൻകുട്ടിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന കേൾക്കുന്നത്. ഒന്നല്ല 3 വട്ട ഉത്തിലാക്കി ചെല്ലിക്കൊണ്ടാണ് ആ പെണ്ണിനെ പിരിച്ചിട്ടത്. എന്തിനു വേണ്ടിയാ? ക്രൂരമായ ഭർത്താവിന്റെ പീഡനങ്ങളാണ് ആ പെൺകുട്ടി കേൾക്കുന്നത്. ആ ഭർത്താവിന്റെ ഉമ്മന്റും ഭർത്താവിന്റെ വാപ്പാന്റെ പീഡനങ്ങളും ആ പൊന്നുമോക്ക് ഉണ്ടാകുന്ന പീഡനങ്ങൾ ഏൽക്കുന്നത്. എന്തായാലും നമ്മള്
എന്താ ചെയ്യാ? ഇനി വരാൻ പോണ ഏപ്രിൽ നടക്കാൻ പോണ നടന്ന കല്യാണത്തിൽ എന്തായിക്കാറ് നാളെ വരിക? അതാണ് ഏപ്രിൽ നടന്ന കല്യാണത്തിൽ എന്താ നമുക്ക് പറയാണ്ടായ, എന്താ കേൾക്കണ്ടായ? ആ ഭർത്താവ് സ്വർണം തിരിച്ചു കൊടുത്തില്ല, ആ സ്വർണം തിരിച്ചു കൊടുത്തില്ല. ഇങ്ങനെ ഒരുപാട് പീഡനങ്ങൾ ഏൽക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പൊന്നു മോക്കുണ്ടാകുന്ന പീഡനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അത് അത്ഭുതമായി മാറുകയാണ് അല്ലേ? യുവതി വരികയായിരുന്നു. കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിയുമായുള്ള യുവതിയുടെ വിവാഹം 40 ദിവസം മാത്രമാണ് ഭർത്താവിന്റെ തറയിട്ടാലിലെ വീട്ടിൽ യുവതി താമസിച്ചത്. 40 വർഷം. അതെ. ഗർഭിണിയായതിനു പിന്നാലെയുണ്ടായ ശാരീരിക അവശതകളെ തുടർന്ന് വേങ്ങരയിലെ വീട്ടിലേക്ക് യുവതി വരികയായിരുന്നു. അതാ ഗർഭിണിയായപ്പോ അതിൽ കുഞ്ഞു മോളുണ്ട്. ആ കുഞ്ഞിനെ വരെ നോക്കാനുള്ള ഒരു ഭർത്താവ് തിരിഞ്ഞു നോക്കില്ല എന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. പിന്നീട് യുവതിയുമായി യാതൊരു ബന്ധവും 40 ദിവസം മാത്രമാണ് ഭർത്താവിന്റെ തറയിട്ടാലിലെ വീട്ടിൽ യുവതി താമസിച്ചത്. ഗർഭിണിയായതിനു പിന്നാലെയുണ്ടായ ശാരീരിക അവശതകളെ തുടർന്ന് വേങ്ങരയിലെ വീട്ടിലേക്ക് യുവതി വരികയായിരുന്നു. പിന്നീട് യുവതിയുമായി യാതൊരു ബന്ധവും ഭർത്താവിനുണ്ടായില്ല. ഭർത്താവിനായി ആ പെൺകുട്ടിനോടൊരു ബന്ധമില്ല. എന്താണ് ഞാൻ ചോദിക്കുന്ന? ഭർത്താവിന് ആ പെണ്ണിനോടൊരു ബന്ധമില്ല. ഞാൻ ചോദിക്കട്ടെ വീരാൻകുട്ടി, എന്നോട് ചോദിക്കുകയാണ്. അതെ, ഓളത് വലിയ ചണ്ടിയാണോ? ഓളെ വേസ്റ്റ് വാറ് ചണ്ടിയാണോ? ആ പെൺകുട്ടിന്റെ ഉമ്മയും ബാപ്പയും കയ്യെ പൊടിച്ച് തരുമ്പോ അവളെ പൊന്നു പോലെ നോക്കാനുള്ള കരുത്ത് നിൽക്കില്ലേ? ഇല്ലേ? നീയൊക്കെ കോട്ടും ജീപ്പിട്ടിക്കൊണ്ട് നടന്നാൽ മതിയോ? കോട്ടും ജീപ്പെടുത്തിക്കൊണ്ട് ഫോണിൽ പോലും വിളിക്കാൻ ഭർത്താവ് തയ്യാറായില്ല. ഫോണിൽ വിളിക്കാനും തയ്യാറായില്ല ഭർത്താവ്. ചികിത്സിക്കാൻ വേണ്ട, മറ്റുള്ളവരെ തലയിൽ കെട്ടിവെക്കില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞ എന്താ അസുഖം തെളിയിക്കാൻ ഈ വാ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് തയ്യാറല്ല. അപ്പൊ പറഞ്ഞു 1, 2, 3 ഞാൻ ചൊല്ലി. ഈ എന്താ വെച്ചാല് എനിക്ക് ഒപ്പിട്ട് കൊണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പാട്. പിന്നീട് അതെ, ഓളപ്പാനോട് ഒപ്പിട്ട് തരാന് ഞാൻ 3, 4 ആണ് ചെല്ലി. അതെ, ഒപ്പിട്ടത് കൊണ്ടേ കാര്യം നിൽക്കുകയാണ്. അങ്ങനെ കാര്യം തീർപ്പിച്ച് ആ പെൺകുട്ടിനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പോട്ടെ, എന്താണ് ഈ വീരാൻകുട്ടി എന്ന് പറയുന്ന പരച്ചെറ്റനോട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് പെൺകുഞ്ഞിന് ജന്മം നൽകി. 11 മാസമായി ഒരു കുഞ്ഞ് ജന്മം നൽകി. ഒരു കുഞ്ഞ് അതെ ജന്മം ചെയ്തു അല്ലേ? ബന്ധവുമില്ലാതിരുന്ന ഭർത്താവ് പിന്നീട് യുവതിയുടെ പിതാവിനെ ഫോണിൽ വിളിച്ച ശേഷം മുത്തലാഖ് ചൊല്ലുകയായിരുന്നു. 1, 2, 3 എന്റെ മോളെ ഞാൻ ചെല്ലിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്റെ മോളെ ഞാൻ 3 ചെല്ലിയിരിക്കുന്നു. ഇതാണ് പറഞ്ഞത്. കുടുംബം നൽകിയ 30 പവൻ സ്വർണ്ണാഭരണങ്ങളും 30 പവന് അത് തിരിച്ചു കൊടുത്തില്ല. ആ 30 പവന കുടുംബം കൊടുത്ത 30 പവനും അത് തിരിച്ചു കൊടുക്കാത്ത വീരാൻകുട്ടീനെ ചെറ്റ മടക്കി നൽകിയിട്ടില്ല. മടക്കി നൽകിയിട്ടില്ല. വീരാൻകുട്ടിയെ 30 പവൻ തിരിച്ചു നൽകിയിട്ടില്ല. വീരാൻകുട്ടി അത് വാങ്ങിപ്പോയി. വീരാൻകുട്ടി പിന്നെയും ആ വീട്ടുകാരോട് പിന്നെയും ചോദിച്ചു സ്വർണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർണം. പിന്നെ മഹർ മാത്രമല്ലായിരുന്നു സ്വർണ്ണമായിട്ട് അവര് കഴിച്ചേനും മാറിയിട്ടിട്ടുണ്ടായിരുന്നു. അത് സ്വർണം മാത്രം കഴിച്ചേനും കൊടുത്ത് അതും വീരാൻകുട്ടി കൊണ്ടുപോയി. മാത്രമേ കയ്യിലുള്ളായിരുന്നു. അത് അവര് ഹോസ്പിറ്റലിൽ നിന്ന് എന്റെ അടുത്ത് ഊരിച്ച് വാങ്ങിച്ചു. അതും പിടിച്ച് വാങ്ങിയല്ലോ, ആപത്രിയിൽ നിന്ന് വാങ്ങിയല്ലോ. അതും പിടിച്ച് കഴിച്ചേനും വാങ്ങി, ചെയിനും വാങ്ങി, കൗത്തിയ ചെയിനും വാങ്ങി, അതും വാങ്ങി. അപ്പൊ വീരാൻകുട്ടി എല്ലാം വാങ്ങിച്ച് വീരാൻകുട്ടി ഇപ്പോ വലിയ പൗറ് നടക്കുകയാണ്. ആ വീരാൻകുട്ടി ഒന്ന് കാണാം. വീരാൻകുട്ടി പറഞ്ഞത് ഇവനൊക്കെ തൂക്കിൽ കയറി എപ്പ കൊടുക്കണം. കാരണം പെണ്ണിനെ പോറ്റാൻ അറിയാത്തവന് എന്തിനാ മാതാപിതാക്കളെ ഈ പയ്യന്റെ കയ്യിൽ കൊടുക്കുന്നത്? നിങ്ങൾക്ക് നല്ല ചെക്കൻ്റെ കയ്യിൽ കൊടുത്തുവിടണ. അതെ, ഞങ്ങളെ പോട്ടെ പാവപ്പെട്ടവന്റെ കയ്യിലൊക്കെ കൊടുക്കണം. അതെ, ഇങ്ങനത്തെ പയ്യന്റെ കയ്യിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെൺകുട്ടി ബാക്കി ഉണ്ടാവും. ഒന്ന് ചിന്തിച്ചറിയില്ല. ബാങ്ങറുള്ള ആളുകൾ, ബാങ്ങറുള്ള പെണ്ണിന്റെ വീട്ടുകാർ. കാരണം നിങ്ങളല്ലേതാ ആ കൊണ്ടോട്ടി സ്വദേശിയായിരിക്കണം വീരാൻകുട്ടിക്ക് കല്യാണം കൊടുക്കാൻ പാടുണ്ടോ? അല്ലെ വീരാൻകുട്ടിക്ക് നിങ്ങൾ പെണ്ണ് കൊടുക്കാൻ പാടുണ്ടോ? കൊണ്ടോട്ടിക്കാർ വരും. കൊണ്ടോട്ടി വരുന്ന വീരാൻകുട്ടിക്ക് ബാങ്ങർക്കാർ പെണ്ണ് കൊടുക്കാൻ പാടുണ്ടോ? ആരാ പെണ്ണ് കൊണ്ടുവന്നത്? വീരാൻകുട്ടിക്ക് ആരാ പെണ്ണ് കൊണ്ടുവന്നത്? ഏത് കല്യാണോക്കറാണ്? ഓനാദ്യം ചവിട്ടി വളം പറഞ്ഞു ആ കല്യാണോക്കർ. സമാസരല്ല. കുട്ടികളെ നഷ്ടപ്പെടുത്താൻ പാടില്ല. കുട്ടികളെ ജീവങ്ങളെ അപകടത്തിലാക്കരുത്. കുട്ടികളെ നോക്കാൻ കഴിയണം. പൊന്ന് പോലെ നോക്കാൻ പറ്റണം.
ആരെങ്കിലും ഈ പേക്ക് കമയിട്ടാൽ ഓൻ ദയവിന്ന് പുറത്താക്കി പറയാം. ആരും ഇട്ട് കഴിഞ്ഞാൽ അവനെ പുറത്താക്കും തീർച്ചയായിട്ടും. എനിക്ക് പറയാനുള്ള കാരണം പെൺകുട്ടികളെ നോക്കാൻ കഴിയണം, അല്ലാതെ ഉത്തിലാക്കി ചെല്ലിക്കൊണ്ട് ഒഴിവാക്കലല്ല. ഉത്തിലാക്കി ഇതുകൊണ്ട് ഒഴിവാക്കലല്ല. ഒരുപാട് സ്വർണം വാങ്ങിവെച്ച് കാറും വാങ്ങിവെച്ച് അതല്ല ജീവിതം. മരണം വരെ കൊണ്ടുപോകണം. ആ ഭർത്താവ് മരിക്കുന്ന അന്ന് വരെ ആ കാലാരി വരെ കൊണ്ടുപോകാൻ കഴിയണം ആ പെൺകുട്ടിനെ. അല്ലാതെ എന്ത് ഭർത്താവാണ്? ഇവരൊക്കെ ഭർത്താവാൻ പറ്റുമോ? ഞാൻ എനിക്ക് കിട്ടിയാൽ ഞാൻ പൊന്ന് പോലെ നോക്കി കാണിച്ചു. അതാണ് എനിക്ക് കിട്ടിയാൽ ഞാൻ പൊന്ന് പോലെ നോക്കി കാട്ടി കൊടുക്കും വീരാൻകുട്ടിക്ക്. ഈ പറഞ്ഞ വീരാൻകുട്ടി കണ്ട വീരാൻകുട്ടിയെ ഇങ്ങനെയാണ് കൊണ്ടിറക്കേണ്ടത്. വീരാൻകുട്ടിയെ കണ്ടോ ഇങ്ങനെയാണ് കൊണ്ടിറക്കേണ്ടത്. ഇർസുക്ക് കൊണ്ടിറക്കുന്നത് ആ മാതിരി കൊണ്ടിറക്കണം. കണ്ടില്ലേ? ഇങ്ങനെയാണ് കൊണ്ടിടക്കുക. ഇങ്ങനെയാണ് കൈ പിടിക്കല്, ഇങ്ങനെയാണ് സാധനം വാങ്ങിക്കല്, ഇങ്ങനെയാണ് ഡ്രസ്സ് വാങ്ങിക്കല്, ഇങ്ങനെയാണ് ചെരുപ്പ് വാങ്ങി കൊടുക്കുക, ഇങ്ങനെയാണ് ഷൂ വാങ്ങി കൊടുക്കുക, ഇങ്ങനെയാണ് എല്ലാം വാങ്ങി കൊടുക്കുക.